ബോസ് മലയാളം സീസൺ 7 50ന്റെ നിറവിലേക്ക് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 50 എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുമ്പോൾ ഇനിയാണ് ഗെയിം ചേഞ്ചിങ് ഡേയ്സ്. ഇനിയുള്ള 50 ദിവസങ്ങൾ നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ്. ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട്. എവിക്ഷൻ പ്രൊമോയാണ്. ഈ പ്രൊമോ തുടങ്ങുന്നത് പ്രകാരമാണ്. ലാലേട്ടൻ പറയുകയാണ്, സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എവിക്ഷനും ഉണ്ടാവും. ഈ ഗാർഡൻ ഏരിയയിലെ നോമിനേഷനിലുള്ള എല്ലാവരും റെന, ഫാത്തിമ, ലക്ഷ്മി, ആദില, ആര്യൻ, ഷാനവാസ, സാബുമാൻ ഇവരെല്ലാവരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ 1 എന്നതാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു വിധിപ്പെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് അതിനടുത്ത് കുറച്ച് പൂമാലകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഈ നമ്പർ 1 എന്ന് പറയുമ്പോൾ അനുമോട് ആ പൂമാല എടുത്തിട്ട് ആ നമ്പർ 1 നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആരാണോ അവരുടെ കഴുത്തിൽ ഈ പൂമാല ഇടലാണ് എന്ന് തോന്നുന്നു. എവിക്ഷൻ പ്രോസസ്സ് നമുക്ക് ആ ഒരു പ്രൊമോ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അനുമോൾ ഈ ഒരു പൂമാല എടുത്തുകൊണ്ട് പോയിട്ട് ആദിലയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം നൂറ് അവിടെ നിന്നും വളരെയധികം ഇമോഷണൽ ആകുന്നു. ലിവിങ് ഏരിയയിൽ ഇരുന്ന നൂറ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് മാറുന്നത് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനുമോളും അതുപോലെ തന്നെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ സ്റ്റേജ് വിട്ട് ഇറങ്ങി പോവുകയാണ്. ലാലേട്ടൻ പറയുകയാണ്, ഇവരാരും ഇവിടെ കളിക്കാൻ വന്നതല്ലേ, ബാക്കിയുള്ളവരാരും തന്നെ ഇവിടെ കളിക്കാൻ വന്നതല്ലേ നൂറ, അനുമോൾ എന്നത് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നോളൂ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ, ബിഗ് ബോസ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടാണ് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഈ പൂമാല ആരുടെ കഴുത്തിലാണോ ഇടുന്നത് ആ ഒരു വ്യക്തി എവിക്റ്റ് ആവും എന്നതായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിട്ടിയത് നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ ആ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് ആദിലയാണ്. അപ്പോൾ ആദിലയുടെ കഴുത്തിലേക്ക് ഈ ഒരു പൂമാല അനുമോൾ ഇടാനായിട്ട് പോകുന്ന സമയത്ത് നൂറ് അവിടെ നിന്നും കരയുകയാണ്. അപ്പോൾ അതിൽ എവിക്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് വിഷമിക്കുന്നതാവാം. പക്ഷേ നിങ്ങൾ ആരും ഇവിടെ ഗെയിം കളിക്കാൻ മറ്റുള്ളവരാരും തന്നെ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ എവിക്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരത്രയധികം സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ ഇവരത്രയധികം ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ അത്തരത്തിൽ പറഞ്ഞത്. അതെന്താണ് എന്നുള്ളത് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു പ്രൊമോയിൽ നിന്നും ഒന്നും വ്യക്തമാവുന്നില്ല. മറ്റൊരു കാര്യം, ഇന്നലത്തെ എപ്പിസോഡിലും അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോ വെച്ചിട്ടും ഇപ്പോൾ ഈ ഒരു പ്രൊമോയുടെ അടിയിൽ തന്നെ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് ആളുകളുടെ കമൻറ്റ്, ഏകദേശം എനിക്ക് തോന്നുന്നു 90% ആളുകളുടെയും കമൻറ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ അനുമോളെ വല്ലാതെ ഫയർ ചെയ്യുന്നു, അനുമോളോട് ലാലേട്ടന് എന്താണ് ഇത്ര പേഴ്സണൽ ഗ്രഡ്ജ്, എന്തുകൊണ്ടാണ് എല്ലാ ആഴ്ചയും അനുമോളെ ഇങ്ങനെ ഫയർ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് എന്തെങ്കിലും ദേഷ്യം അനുമോളോട് ഉണ്ടോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും ഞാനും ഈ ഒരു കാര്യം ചിന്തിച്ചിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് വൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കതൊക്കെ തോന്നാം. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോളെ വഴക്ക് പറയുന്ന അതേ സമയം തന്നെ പ്ലാച്ചിക്കുട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നതും ലാലേട്ടനാണ്. പുതിയൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ പോയി ആ ഗസ്റ്റിനെ സ്വീകരിക്കൂ എന്ന് പറയുന്നതും ഇതേ ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ അനുമോളോട് പ്രത്യേകിച്ച് അങ്ങനെ വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു ഷോയുടെ ഹോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് വരികയാണെങ്കിൽ, അത് ലാലേട്ടന് മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ലാലേട്ടൻ പറയുന്നതാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടന് പേഴ്സണലി അങ്ങനെ അനുമോളോട് അങ്ങനെ യാതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓമന പേരോടുകൂടി വിളിക്കുന്ന ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഇതിഹാസ താരമാണ്. അത്തരത്തിലൊരു താരത്തിന് ഒരു വ്യക്തിയോട് ഇത്തരത്തിലൊരു വിദ്വേഷം തോന്നേണ്ട ആവശ്യം ഇല്ലല്ലോ.